നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നടക്കുന്ന ദേശീയപാത 66 രണ്ടാമത്തെ റീച്ചായ ചെങ്കള നീലേശ്വരം ബീച്ചിലെ കാഴ്ചയാണ്. നമ്മൾ ചെർക്കള ടൗൺ കഴിഞ്ഞ് നേരെ വേവിഞ്ച ഭാഗത്തോട്ട് വരുന്നത് കൂറ്റൻ മതിലെന്ന് പറയാൻ പറ്റല്ല, കൂറ്റൻ വലിയ രീതിയിൽ സോയിൽ നേരിയും നടത്തിയ ഏരിയ ആണ്. അപ്പോൾ നേരത്തെ നമ്മളുണ്ടായിരുന്ന പാതയില്ലേ, നേരത്തെ ഉണ്ടായിരുന്ന ദേശീയപാത ഇതിലേ കൂടിയിട്ട് ഇങ്ങനെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. ആ മൂലയിൽ കൂടിക്കായിരുന്നു കടന്നു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വർക്ക് നടക്കുന്നുണ്ട്. നേരത്തെ നല്ല പെൻഡിങ് ഉണ്ടായ വർക്ക് ഇപ്പോൾ നല്ല സ്പീഡ് ആക്കിയിട്ടുണ്ട് ഇവർ. നല്ല കാര്യം. മഴക്കാലത്ത് മുമ്പ് പരമാവധി വർക്ക് നടത്താനുള്ള പരിസ്ഥിതിയാണ്. ഇങ്ങണ്ട ഈ വലിയ കുന്നിങ്ങനെ ഇടിച്ചതാണ്, എന്നിട്ട് സോയിൽ നരി നടത്തിയിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്നത് ആ ഭാഗത്തൊക്കെ റോഡ് വിണ്ട് കയറിയിട്ടുണ്ടായിരുന്നു. ആ ഏരിയയിൽ ആ ഭാഗത്ത് ആറി വാടക കെട്ടി മണ്ണടിച്ച് പോയിരുന്നത്. ഈ വലിയ വലതു ഭാഗത്ത് വലിയ കൊക്കയല്ല. ഈ മതിൽ മഴ വന്നതോടുകൂടി നമ്മൾ കാണുന്ന ദൂരമില്ല, അങ്ങനെ ആ ഭാഗത്ത് ഡേഞ്ചർ. ഇവർ ജാഗ്രതാ നിർദ്ദേശമൊക്കെ എഴുതിയിട്ട് വെച്ചിട്ടുണ്ട്. ആ ഭാഗത്തായിട്ട് ഇവർ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ടായിരുന്നു സോയിൽ നരി നടത്തിയ ഭാഗത്ത്. എന്തായാലും അവർ കോൺക്രീറ്റ് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. വർക്ക് നല്ല സ്പീഡപ്പ് ആക്കിയിട്ടുണ്ട് ഇവർ. ദേശീയപാത നിർമ്മാണത്തിൽ ഏറ്റവും കഷ്ടത ഏറിയ ഒരു ഇടം കൂടിയാണ് ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെ ഭാഗം. വളകളും കുന്നുകളും പൊക്കകളും എല്ലാം നിറഞ്ഞ ഒരു ഏരിയ ആണ്. 2026 2027 കൂടി വർക്ക് കഴിയുമോ ഇല്ലെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇവർക്ക് കിട്ടിയ ആദ്യത്തെ രണ്ടാമത്തെ റീച്ച് നമ്മളെ നീലേശ്വരം മുതൽ കുറ്റിക്കോട് വരെയാണ്, തളിപ്പറമ്പ് കുറ്റിക്കോട് വരെയാണ്. അവിടെയും ഇവർക്ക് വലിയ കഷ്ടപ്പാട് തന്നെയാണ് വർക്ക് നടത്താൻ. തിരക്കിൽ ഓടിയല്ല വണ്ടികളെല്ലാം പോകുമ്പോൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടും ഒരു അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഏരിയ കൂടിയാണ്.